ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിൽ ക്യൂ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ഒരു കനത്ത പോളിംഗ് ശതമാനത്തിൻ്റെ പ്രതീക്ഷാ നിർഭരമായ നീണ്ട നിര എവിടെയും കാര്യമായി അങ്ങനെ കാണാനില്ല. ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ വൈകുന്നേരം വെയിലാറി കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി ആളുകൾ കൂട്ടത്തോടെ ബൂത്തിലേക്ക് എത്തുമോ എന്നുള്ളത് വരും മണിക്കൂറുകളിലെ കാഴ്ചയാണ്. ആർ ശ്രീത്ത് കൽപ്പാത്തിയിൽ ചെയ്യുന്നു. ശ്രീത്ത്, ഈ അടുത്ത കാലത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ ഒക്കെയും എബോ 70 ആയിരുന്നു പോളിംഗ് ശതമാനം. ഇതിപ്പോൾ കഷ്ടിച്ച് 70 വരെ മുട്ടി നിൽക്കുമോ എന്ന സംശയം ഉണ്ടാവുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിനോട് ജനം മുഖം തിരിഞ്ഞു എന്നതിൻ്റെ കൂടെ തന്നെ ആ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന വലിയ വിവാദങ്ങളോടുകൂടി ജനം മുഖം തിരിഞ്ഞു എന്നൊരർത്ഥം കൂടിയില്ലേ? തീർച്ചയായും ഹാഷ്മി, ഇനി ഏതാണ്ട് 3 മണിക്കൂർ മാത്രമാണ് പോളിംഗ് അവസാനിക്കാനുള്ളത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് ഇപ്പോൾ 3 മണിവരെ കഴിഞ്ഞിരിക്കുന്നു. ഇനി 3 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ഒരു 3 മണിക്കൂർ കൊണ്ട് എന്തായാലും പഴയ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തുന്ന ഒരു വോട്ടവകാശം വിനിയോഗിക്കൽ നടക്കാനുള്ള സാധ്യത നന്നേ കുറവാണെന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ നഗരകേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ ചെറിയ തോതിൽ 3 മണിയോടെ വെയിൽ താഴുന്നതോടെ കുറച്ചുകൂടി ആളുകൾ വന്നിട്ടുണ്ട്. നേരത്തെ ശൂന്യമായിരുന്ന പല ബൂത്തുകളിലും ഇപ്പോൾ വോട്ടർമാർ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നതൊരു നല്ല കാഴ്ചയാണ്. എന്നാൽ കഴിഞ്ഞ തവണ 2024 75.07% പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് നിരക്ക്. ആ പോളിംഗ് നിരക്കിന് തുല്യമായൊരു നിരക്കിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. ഇനി ഏറിയാൽ തന്നെ അത് ഒരു 70% വരാനുള്ള സാധ്യത മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയൂ. ഈ ഹാഷ്മി സൂചിപ്പിച്ച പോലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായും ഈ ആളുകളുടെ വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ് വരുന്നു എന്നത് സ്വാഭാവികമാണ്. എന്നാൽ പാലക്കാട്ടെ ചിത്രം മറ്റൊന്നാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ആരംഭിച്ച ഘട്ടം മുതൽ ഇന്നലെ വരെ, അതായത് നിശബ്ദ പ്രചാരണം നടക്കുന്ന ദിവസം വരെ ഏറ്റവും രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ, തർക്കവിതർക്കങ്ങൾ, വിവാദങ്ങൾ, ട്വിസ്റ്റുകൾ, സർപ്രൈസുകളെല്ലാം ഒരുക്കി വെച്ച വലിയ വീറും വാശിയും കലർന്നൊരു പ്രചാരണമായിരുന്നു. ശക്തമായ ത്രികോണ മത്സരമാണ് പാലക്കാട്ട് നടന്നതും. അതുകൊണ്ട് തന്നെ ആ വീറും വാശിക്കും തുല്യമായ ഒരു പോളിംഗ് ഇവിടെ ഉണ്ടാകുന്നില്ല എങ്കിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ വിവിധ ഘട്ടങ്ങൾ ഉയർന്നു വന്ന വിവാദങ്ങളോടും ആളുകൾ വോട്ടർമാർ മുഖം തിരിച്ചു. അതൊന്നും അവർ കണക്കിലെടുത്തിട്ടില്ല. ഈ വീഴാൻ പോകുന്നത് പൊളിറ്റിക്കൽ വോട്ടാണ് എന്ന് പറയാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ കുറച്ച് അധികം സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നവരെ ഈ നിലവിലുള്ള വിവാദങ്ങൾ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഇമ്പൾസീവായി വോട്ടെടുപ്പിനെ കാണുന്ന ആളുകൾക്കൊക്കെ അത്തരത്തിലുള്ള ചാഞ്ചാട്ടം ഉണ്ടാകാം. അല്ലാതെ പൊളിറ്റിക്കൽ വോട്ട് അതാത് മുന്നണികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് കാര്യമായ ഒരു മാറ്റത്തിന് സാധ്യത കാണുന്നില്ല. എന്നാൽ പോലും പോളിംഗ് ശതമാനം കുറയുമ്പോൾ ഓരോ മുന്നണികളുടെയും വോട്ട് വിഹിതത്തിലും കാര്യമായ കുറവ് വരും. അതെങ്ങനെയാണ് ഫലത്തെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നത് പ്രവചനാതീതമായി മാറുകയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ വിവാദങ്ങൾ വലിയ തോതിൽ വോട്ടർമാരെ സ്വാധീനിച്ചില്ല എന്ന് പറയുന്ന സ്ഥിതിയാണുള്ളത്. ഇപ്പോഴും അതായത് 3 മണി ഏറ്റവും ഒടുവിൽ 2:45 പുറത്തു വന്ന കണക്കിൽ പോലും 50% തൊടുന്നില്ല പോളിംഗ് ശതമാനം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ 3 മണിയോടുകൂടി ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിൽ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൽപ്പാത്തി അയ്യപുരം AUP സ്കൂളിലെ 4 ബൂത്തുകളുള്ള ഒരു സ്കൂൾ കെട്ടിടത്തിലാണ്. ഇവിടെ നേരത്തെ ഒരു 2ാം നമ്പർ ബൂത്തിൽ മാത്രമായിരുന്നു നേരിയ തോതിൽ ക്യൂ ഉണ്ടായിരുന്നത്. 1ാം നമ്പർ ബൂത്തിലൊന്നും ക്യൂ ഇല്ലായിരുന്നു. ഇപ്പോഴും 1ാം നമ്പർ ബൂത്തിൽ ക്യൂ ഇല്ല. എന്നാൽ 2ാം നമ്പറിലെയും 3ാം നമ്പറിലെയും പോളിംഗ് ബൂത്തുകൾ ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട്. 4ാം നമ്പറിലും 1ാം നമ്പറിലും ഇപ്പോഴും ആളില്ലാത്ത സ്ഥിതിയുണ്ട്. അവിടെ വളരെ നേരിയ തോതിൽ മാത്രമാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. അത്രയ്ക്ക് ആൾ കുറവാണ്. ഇനി നഗരകേന്ദ്രങ്ങളിലെ മറ്റ് പ്രധാനപ്പെട്ട പള്ളിത്തെരുവ്, നൂറണി, ഒപ്പം തന്നെ രാമനാഥപുരം തുടങ്ങിയ മേഖലകളിലുമൊക്കെ തന്നെ പോളിംഗ് ശതമാനത്തിലേക്ക് ഉയർച്ച പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടങ്ങളിലും ഏതാണ്ട് സമാനമായ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കൽപ്പാത്തിയിലെ ഒരു മന്ദഗതിയുണ്ട്. ശ്രീത്ത് പറഞ്ഞതുപോലെ 50 എന്നതിൽ പോലും മുട്ടാൻ അങ്ങനെ കഷ്ടപ്പെടുകയാണ്. 48.55 കുറേ സമയമായി 47, 48 അങ്ങനെ നിൽക്കുകയാണ്. 50% എന്ന പോളിംഗ് ശതമാനത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്നില്ല.